കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് പേരൂർക്കട SAP ക്യാമ്പിലെ ബാരക്കിൽ ആനന്ദിനെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വാർത്തയറിഞ്ഞ ഉടനെ തന്നെ കുടുംബം ക്യാമ്പിലെത്തി. എന്നാൽ ആനന്ദിന്റെ മരണത്തിൽ പല ദുരൂഹതകളുമുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. പ്രത്യേകിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ആനന്ദ് പലപ്പോഴും സഹോദരൻ അരവിന്ദിനോട് തുറന്നു പറഞ്ഞിരുന്നതായി പറയുന്നു. ജാതി വിവേചനവും മാനസിക പീഡനവും തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ വീട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ക്യാമ്പിൽ ഒരുപാട് ട്രെയിനികളോട് മോശമായ രീതിയിൽ സംസാരിക്കാറുണ്ടെന്നും അധിക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറാറുണ്ടെന്നും ആനന്ദിന്റെ ചേട്ടൻ പറഞ്ഞിരുന്നു. എന്നാൽ ഭയത്താൽ ആർക്കും തുറന്നു പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഇതാകാം ആനന്ദിന്റെ മരണത്തിന്റെ കാരണമെന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത്. നേരത്തെയും ആനന്ദ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. 16 രാവിലെ 5:45 ബാരക്കിലെ ശുചിമുറിയിൽ 2 കൈകളിലും സ്വയം മുറിവേൽപ്പിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തിയിരുന്നു. ഉടൻ പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് രക്ഷയായി. പിന്നീട് കൌൺസിലിംഗിന് ശേഷം ബാരക്കിലെത്തിച്ച ആനന്ദിനെ അമ്മ ചന്ദ്രികയും അരവിന്ദും കണ്ടിരുന്നു. വീട്ടിലേക്ക് വരാൻ അമ്മ നിർബന്ധിച്ചെങ്കിലും ക്യാമ്പിൽ തുടരാമെന്ന് ആനന്ദ് പറയുകയായിരുന്നു. അന്ന് ആനന്ദിനോട് തനിച്ച് സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും അരവിന്ദ് പറയുന്നു. ആനന്ദ് എന്തിനോ പേടിക്കുന്നുണ്ടായിരുന്നുവെന്ന് തോന്നിയിരുന്നുവെന്നും അരവിന്ദ് പറയുന്നു. വീട്ടിലെത്തിയ ശേഷവും തുടർച്ചയായി ഫോണിൽ ആനന്ദ് വിളിച്ചിരുന്നു. അസ്വാഭാവികത ഇല്ലാതെയാണ് സംസാരിച്ചതെങ്കിലും എന്തൊക്കെയോ ആശങ്കകൾ ഒളിപ്പിച്ചു വെക്കുന്നതുപോലെ തോന്നിയെന്നും അരവിന്ദ് പറഞ്ഞു.